എന്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടാക്കാം. ആളാരാണെന്ന് ആദ്യം പറയരുത്. എന്റെ കൂടെ കണ്ടാലേ അവൾക്ക് ആളെ മനസ്സിലാവും. വാസുദേവന്റെ മോളാന്നറിയുമ്പോൾ നല്ല രസമായിരിക്കും. അവള് മോളാദ്യം ചെല്ല്, ഞാൻ പറയാം. സരസ്വതിയമ്മേനല്ലേ പേര്? ആരാ? മോളെവിടെ? മീനു. മനസ്സിലായില്ലല്ലോ. ഞാൻ ആരാണെന്ന് ഒടുവിലേ പറയൂ. അമ്മയ്ക്ക് മീനു എന്നൊരു മോളില്ലേ? മീനു എവിടെ? മോളെ മീനു, ദാ വരുന്നു അമ്മേ. ചേട്ടാ, ചേട്ടൻ എങ്ങനെ ഇവിടെ എത്തി? കുട്ടിയുടെ ചേട്ടനാ? ആരാ അമ്മേ? ആരോ എന്റെ പേര് വിളിക്കുന്നല്ലോ. ആരാണ് സ്ത്രീ? വെറുതെ കളിയാക്കല്ലേ. അന്ധന്മാർക്ക് കണ്ണടയും മടിയും കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണോ പോകുന്നത്? എന്നോടാണോ ആ സ്ത്രീ സംസാരിക്കുന്നത്? ആരോടാ ഞാൻ സംസാരിക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോ ആ സ്ത്രീക്ക് ആള് മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും തകരാറായിരിക്കും. ചേട്ടാ, വെറുതെ തമാശയായി വിചാരിക്കില്ലേ കേട്ടോ. ഏതോ സ്ത്രീ എന്നെ തുടങ്ങി. അമ്മ ദേവിയിലവരെ പുറത്തേക്ക് വെച്ചു. എന്റെ മുഖത്ത് നോക്കി പറയും ഞാൻ ഗോവിന്ദേട്ടന്റെ ആരുമല്ലെന്ന്. കാഴ്ചശക്തിയില്ലാത്ത ഞാൻ എങ്ങനെ നിങ്ങളെ കാണാനാണ്? എന്റെ കണ്ണു നോക്കി പ്ലീസ്. എന്ന് മുതലാ ഗോവിന്ദേട്ടന്റെ കാഴ്ച പോയത്? ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാടകം? ഇവർ പോകുന്നില്ലെങ്കിൽ ഞാൻ പോകാം. മനുഷ്യനെ ഇങ്ങനെ സ്വയം കിടത്തിയാൽ? വേണ്ട, ആരും പോണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. വരട്ടെ, പോലീസ് വരട്ടെ. ഈ കള്ളക്കളി എന്തിനാണെന്ന് അപ്പൊ മനസ്സിലാവുമല്ലോ. വേണ്ട മീനു, വെറുതെ പോലീസിനെ ബുദ്ധിമുട്ടിക്കണ്ട. നീ വിളിക്കേ, രണ്ടെണ്ണത്തിനും പിടിച്ചാത്താക്കാം. പറയടാ പറയടാ. എനിക്കറിയില്ല. ഇല്ല. ഗോവിന്ദേട്ടൻ കെട്ടിയ ഈ താലി തൊട്ട് സത്യം ചെയ്യാമോ? എന്നെ അറിയില്ലെന്ന്. ഞാൻ ഗോവിന്ദേട്ടന്റെ ഭാര്യയല്ലെന്ന്. താലിയോ? ഞാനെന്തിനാ? സത്യം ചെയ്യണോ? അന്യ സ്ത്രീകളുടെ താലിയിലോ ദേഹത്തോ തൊടുന്നത് പാപമല്ലേ? അല്ല, ഗോവിന്ദേട്ടൻ ഈ താലി തൊടാം. സത്യം അറിയാനല്ലേ? സത്യം ചെയ്യാനാ പറഞ്ഞത്. ശരി, എവിടെ താലി? സകല ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, ഈ പെൺകുട്ടി എന്റെ ഭാര്യയാണ്. എടാ ചെമ്മാടി, നീ ഇത്രയും ദിവസം കണ്ണുമുട്ടനായിട്ട് അഭിനയിച്ച് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? ഓഹോ, അപ്പൊ കുറെ നാളായല്ലേ ഇത് തുടങ്ങിയിട്ട്? അല്ല, ഞാൻ പറ്റിക്കായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു ഉദ്ദേശം? മനസ്സിലായില്ല. എനിക്ക് മതിയായി ഗോവിന്ദേട്ടാ, ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. ശോഭേ, നിൽക്കൂ. അല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമൊന്നുമല്ല ഇത്. ഞാനും മീനുന്റെ അച്ഛനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. ഒരു ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റി തോക്കുന്നതോ പോട്ടെ, നിന്റെ ഭർത്താവ് തല മുട്ടയടിച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്ത് നിനക്കുണ്ടോ ശോഭ? എന്ത് ബെറ്റായാലും ദിസ് ഈസ് ടു മച്ച്. ചേടാ, നമ്മുടെ മീശകാരി തന്നോട് വെച്ച ബെറ്റ്. എന്തിനായിരുന്നു അച്ഛനായിട്ട് ബെറ്റ് വെച്ചത്? ഞാൻ പറയാം. പക്ഷേ ഇവിടെ നടന്നൊക്കെ ഒരു കളിയായിട്ടേ നിങ്ങളൊക്കെ എടുക്കാവൂ. അതൊക്കെ പിന്നെ തീരുമാനിക്കാം. കാര്യം പറയൂ. ഒരിക്കൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ തമ്മിലൊന്ന് ഉടക്കി. ചേടാ, എന്നാലും നീ പൊട്ടക്കണ്ണന്റെ വേഷം കെട്ടി എന്റെ മോളെ വശീകരിക്കാൻ നോക്കിയല്ലോടാ. അയ്യോ അമ്മേ, അല്ല ചേച്ചി, സത്യമായിട്ടും എനിക്ക് യാതൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടൊന്ന് വരട്ടെ, വെച്ചിട്ടുണ്ട് മീശയുടെ ഒരു ബെറ്റ്. കുഞ്ഞേ, ദേ നിന്നെ കെട്ടിയനെ വിളിച്ചോണ്ട് വീട്ടിൽ പോയിക്കോ. കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പോയിക്കോ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഇനി വരികയോ പോവോ എന്ത് വേണോ ചെയ്യട്ടെ. ഞാൻ പോകുന്നു. നിന്റെ നിന്തിരിവിടെ കൂടെ കൊണ്ടുപോയിക്കോ. പോയിക്കോ. ഇവിടെയാണ് വെച്ച് ചൂടാതെ നിനക്ക് ഞാൻ ഒന്ന് സാരി വാങ്ങിച്ചു തരാം. ഇതൊക്കെ ചേട്ടൻ്റെ ഒരു തമാശയല്ലേ?
മോളെ, ഈ വടി മോളിൽ കൊണ്ട് ഒളിച്ചു വെക്കണം. ആ കിളവൻ കണ്ട എടുത്തോണ്ട് പൊക്കളയും. അവിടെ നിൽക്കണം, ഇങ്ങോട്ടൊന്ന് വരണം. വലിയ ധർമ്മപുത്രാണല്ലേ? വെറ്റ് വെച്ച് വെച്ച് ഭാര്യയും മകളെയും വരെ വെറ്റ് വെക്കുക അല്ലേ? എന്താ സരസ്വതി ഈ പറയുന്നത്? മോളെ വടിഞ്ഞതാ. നിങ്ങളെ ഒന്ന് അകത്തേക്ക് വരണം. എന്തിനാ സരസ്വതി? എനിക്ക് നിങ്ങളൊന്ന് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് അകത്ത് പോയി സംസാരിക്കാന്നേ. അതെ, ഇവിടെ വെച്ച് പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ സരസ്വതി. വെച്ച് വെച്ചോ? ആരോട്? പൊട്ടക്കെണ്ണം പറഞ്ഞു കൊടുത്തായിരിക്കും. നിങ്ങൾ വെറ്റ് വെച്ചോ? വെറ്റ് വെച്ചോന്ന്? ഒരു വെറ്റ് വെച്ചു. വെറ്റ് വെക്കോ സരസ്വതി? അബദ്ധം പറ്റിപ്പോയതാ. അതെ, മേലെ ഞാൻ ഒട്ടും വെറ്റ് വെക്കൂല. ഇനി വെറ്റ് വെക്കുവോന്ന്? ഇല്ല, തീർച്ച. മേലാൽ അങ്ങനെ ചെയ്യോ? ചെയ്യൂല പറഞ്ഞാൽ ചെയ്യൂല. എന്താ ഉറപ്പ്? വെറ്റ് വെക്കാം. ഹിന്ദി മാഷല്ലയോ? അതെ. ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ ഭക്തവത്സലൻ? അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക. മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീടറിയാലോ? മേജർ നായരുടെ മകന്റെ കാര്യമല്ലോ നിങ്ങൾ പറയുന്നത്? മകനോ? മകൻ തന്നെ. ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും. അയാൾക്ക് എന്താ പറ്റി? അവിടെ വരുമ്പോ അറിയാലോ. ഞാൻ ഉടനെ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഉടനെ വരണേ, എക്സാം ഉള്ളതാ. എടാ മകനെ, അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ കള്ളൻ? നിങ്ങൾക്കങ്ങനെ തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? നീ ഏർപ്പെടുത്തിയ ഒരാളെ പറ്റി ഞാനാണ് അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതഭിപ്രായമാണ് സാർ സ്വീകരിച്ചിട്ടുള്ളത്? അയാളാണ് ആ കൃത്യനിഷ്ഠക്കാരൻ. കൃത്യസമയത്തിന് വരും. മാസ്റ്റർ അകത്തോട്ട് എങ്ങനെ വിളിച്ചിരുന്നട്ടെ. ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാനും മാറി നിൽക്കാം, എന്നെ വെറുതെ സംശയിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവനെ ഇത് വെട്ടി വെച്ചിട്ടുണ്ടോ? എന്തോന്ന് പറ്റ്? ഞാൻ അവനെ ആദ്യം കാണുന്നതന്നെ ഇവിടെ വെച്ച മാഷ. നമസ്തേ മാസ്റ്റർ ജി, ആയിയേ ബൈഠിയേ. എനിക്ക് നല്ല സുഖമില്ല. ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ലേ? ആരെ? അത് പോട്ടെ, സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? വല്യച്ഛൻ? ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ. ഓ, ഉത്തർപ്രദേശ് വല്യച്ഛൻ. അദ്ദേഹം മരിച്ചുപോയല്ലോ. അമ്മാവൻ? അമ്മാവൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. സാറിന്റെ വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നെന്നോ? സ്മോൾ പോക്സ് ഇല്ല. സത്യം പറ, താൻ ആരാ? എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിവിടെ വന്നത്? മേഡം, എന്ത് പറ്റി? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും. മേഡം, അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലല്ലോ. ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാഷിനെ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. മുझे ജീനേ ദോ. മുझे ജീനേ ദോ. നീ മേഘന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ? എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് മേരത്തോട് പറഞ്ഞത്? ഞാൻ തന്നെയാണ് ആ തെണ്ടി. അടിച്ച് നിന്റെ കരണക്കുറ്റിയും പൊട്ടിച്ചോളെ. ഓ, തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ? തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാം. അന്ന് നിന്റെ ജാവമായിരിക്കും. കൊല്ലും ഞാൻ. ആരെ കൊല്ലുവാ നീ? എന്റെ സ്റ്റുഡന്റിന്റെ മുമ്പ് വെച്ച് എന്നെ അവമാനിക്കല്ലേ മേഡം? അയ്യോ മേഡം, ഇനി ഈ റോഡിൽ നിന്നെ കണ്ടുപോരുത്. ഭഗവാനെ, ഇങ്ങനെ ഒരു കള്ളന്മാര്. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർ കയറി വീട് ഭരിക്കും. മനസ്സിലായോ? അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആ, ദേ, ഇനി അതും പറഞ്ഞോണ്ട് കൈ ഭരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. ആരെയെങ്കിലും അവള് പ്രേമിച്ചാ മതിയല്ലോ. സത്യനന്ദനായ ഈ ഗോപിപ്പിള്ള പറയുന്നു അവർക്ക് പ്രേമമുണ്ട്. തനിക്ക് ദിവസേന കള്ളു കുടിക്കാനുള്ള അടവാണെങ്കിൽ അത് പറഞ്ഞ പോരെ? അത് പറയരുത്.
നീ പറഞ്ഞത് എന്ത്? ഞാൻ സത്യസന്ധമായ അന്വേഷിച്ച ശേഷമാ പറഞ്ഞത്. അവക്ക് പ്രേമമുണ്ട്. ആ ദരിദ്രവാസി പരസ്യമായി എന്നെ നടുറോട്ടിൽ വെച്ച് തല്ലി. അവന്റെ ഒരു വശത്തെ മീശ എടുക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കളവ് പറയുമ്പോ എന്റെ പൊന്നണ്ണ. അണ്ണ, അണ്ണന്റെ ജീവിതത്തിൽ കള്ളല്ലാതെ വേറെ എന്തും പറഞ്ഞിട്ടുണ്ടോ എന്റെ അണ്ണ? അണ്ണ തന്നണ്ണ അതെ അതെ, ആരുമായിട്ട് അവൾക്ക് പ്രേമം? ഒരു കാളെ അലവലാതിയായിട്ട്. മേജർക്ക് അത് മതി. നാളെ ഞാൻ കാണിച്ചു തരാം. അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. അല്ല, നമുക്ക് അല്പം കൂടി മദ്യപിച്ചാലോ? ഒന്നുമില്ല, ഇപ്പൊ കുടിച്ചോടത്തോളം മതി. കാര്യം സക്സസ് ആവുകയാണെങ്കിൽ തനിക്ക് കള്ള് ഷാപ്പിൽ ഒരു ജോലി ഞാൻ വാങ്ങിച്ചു. സ്വാമിയേ, എനിക്കത് മതിയേ. ജോലിയോ? അല്ല, കള്ള് ഷാപ്പ് വാങ്ങിച്ചോ, ഒന്ന് മാറുക. നിനക്കൊരു വിചാരമുണ്ട് നീ വലിയൊരു സുന്ദരനാണെന്ന്. എന്താ അല്ലേ? പിന്നെ എടാ, പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡീസൻസിയാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ. നിനക്കതില്ല. എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്താ ഡീസൻസി? ഒരു സത്യം പറഞ്ഞാൽ നീ ഞെട്ടരുത്. നിന്നെ അവൾക്ക് അറപ്പായിരുന്നു. പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ സ്വല്പം ചൊരുക്കുണ്ടല്ലോ. എന്ത് ചെയ്യാം, ഞാനൊരു സുന്ദരനായിപ്പോയി. അവൾ വീണു വീണില്ല എന്ന വരുവത്തിയായിരുന്നു. രണ്ടുകൂടെ ചേർന്ന് നമുക്കിട്ട് പാര വെച്ചോളാം. എന്നെ അങ്ങ് വിട്ടാരെ. യഥാർത്ഥ ഭാര ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം. മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു, നടന്നില്ല. പാര വന്നത് ഏത് ഭാഗത്ത് നിന്നാ പോരെ? ഈ കോരയ്ക്ക് പാര വെച്ചാ നായര. നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത്. ഉറപ്പാണ്. എടാ, നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ? അയാള് കള്ളനാ. എന്നെ അയാൾ കുടിപ്പിച്ച് കുരങ്ങനായി കളഞ്ഞില്ലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും. എന്ന് വെച്ചാൽ ആ മീശക്കഴുവേറിയെ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു. നന്മ ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഒത്തുപിടിച്ചാൽ അവർക്ക് വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും. കൊള്ളാം, നല്ല കാര്യം. അങ്ങനെ ആ കിളവൻ ഗതി മുട്ടുമ്പോൾ മുട്ടുകുത്തും. എന്റെ കാലിൽ കാലേതാണ് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നീ മാറരുത്. ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന്. ഓക്കെ. ഓക്കെ. എന്താ എല്ലാരും ചുരുണ്ടുകൂടി കിടക്കുന്നത്? ആർക്കും ജോലിക്കൊന്നും പോണ്ടേ? ഞാൻ വിട്ട്. ഞാനും വിട്ടേ. എന്തു പറ്റി? ഒത്തിരി ചെളി പറ്റി. എന്തിനാ കുഴിയണെന്ന്? അപ്പം തന്നാ പോരെ? അറിയാതെ ചോദിച്ചു പോയതാ, ക്ഷമിച്ചുകളാ. ചേടാ, ഞാൻ തന്നെ വേണം. അയാളെ തുറക്കല്ലേ, അവളാ മീനും. അവളെ പിന്നെ ഇങ്ങോട്ട് വന്നത് എനിക്കെങ്ങനെ അറിയാം? ഒന്നാമത് ചമ്മി നാറിയിരിക്കുക. ഈ നമ്മളെ മൂന്നിനെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ കൂടി ചളവാകും. അതോട് കളിക്കും. യവന്മാർ എവിടെ പോയി? അല്ല, മീനുവോ? എന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? വീട്ടിൽ കാര്യങ്ങളെല്ലാം മുത്തശ്ശി ശരിയാക്കിയിട്ടുണ്ട്. ബന്ധം കൊള്ളാന്നുണ്ടെങ്കിൽ കല്യാണം ഉടനെ നടത്തണമെന്നാ മുത്തശ്ശൻ പറഞ്ഞത്. പിന്നെ അമ്മയ്ക്ക് പ്രേമനെ ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. നാളെ വീട്ടിലൊന്ന് വരാമോ? വരാം. പക്ഷേ അവിടുന്ന് ഈ വെട്ടുകത്തി, ഉലക്ക, വിറകുള്ളി ഇവയെല്ലാം ഇന്ന് രാത്രി തന്നെ എടുത്തൊന്ന് മാറ്റണം. ദാ ഈ ഷേപ്പ് മറതിരിക്കാനാണ്. ഹേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. മോൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണോ? ഞാൻ പോണു. ഇതുവരെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങാതെ പോകുന്നത് ശരിയാണോ? അതിപ്പോ വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാവേ. എന്നാ ശരി, നാളെ വരണേ. ഓക്കെ. ഏതാടാ ചരക്ക്? എന്റെ ഭാവി വധു. അല്ല, നിങ്ങൾ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? വല്ല വീക്കും കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളെ പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തോ? നീ എന്തോന്നാ പറഞ്ഞത്? നീ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു?
നിനക്ക് ഈ നാട്ടിൽ വേറെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? ഇതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ 3 പേർ ഉൾപ്പെടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതും വീട്ടിൽ വെച്ച്. മീനിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. നീ എന്തിനാ ചൂടാവുന്നത്? നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. നീ ഞങ്ങളുടെ കൂട്ടുകാരന. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പെങ്ങള. ഒരു പെങ്ങളെ പറ്റി ആങ്ങളമാർ അനാവശ്യം പറയൂ. തെളിവ് സേവം തരാം, എന്നിട്ട് വിശ്വസിച്ചാ മതി. അവളുടെ വീട്ടിലൊരു തന്തയുണ്ട്. അയാളാണ് ഇവളുടെ മാമ. പിന്നെ ചെവി കേട്ടുകൂടാത്ത ഒരു അപ്പൂപ്പൻ. എല്ലാം അറിയാം, ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. പിന്നെ തള്ള, അവരും പഴയ ഒരു കേസായിരുന്നു. അത്യാവശ്യത്തിനുണ്ടെങ്കിൽ ഇപ്പോഴും കിട്ടും. പിന്നെ ഒരു ഗുസ്തിക്കാരനുണ്ട്, അയാളും പൊടി ഡാപ്പറ. ഇങ്ങനെയുള്ള സ്ഥലമാകുമ്പോ ഇത്തിരി തടിമെടുക്കൊള്ളാൻ വേണമല്ലോ, അതിന് നിർത്തിയിരിക്കുക. ഏതായാലും നാളെ നീ അവളുടെ വീട്ടിൽ പോകണം. അവിടുത്തെ ഓരോ മുറിയും ഓരോ മൂലയും എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അവളുടെ ബെഡ്റൂം, ബാത്റൂം, അവൾ കിടക്കുന്ന കിടക്ക വിരിയുടെ നിറം എന്താണെന്ന് വരെ ഞങ്ങൾ പറഞ്ഞുതരാം. നീ പോയി നോക്കിയിട്ട് ശരിയാണെങ്കിൽ മാത്രം ഞങ്ങൾ വിശ്വസിച്ചാൽ മതി. ആ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. വരൂ പ്രേം. ഇത്രയും വൈകിയപ്പോ വരില്ലെന്ന് വിചാരിച്ചു. ഇരിക്കൂ. ഫോണിൽ പ്രേമിന്റെ ശബ്ദത്തിന് വലിയ ഗൗരവമായിരുന്നല്ലോ. ഞാൻ അമ്മയെ വിളിക്കാം. ഹാളിൽ കടന്നാൽ ഉടനെ കാണുന്നത് 2 നിലവിളക്കുകൾക്കിടയിൽ ഒരു പിച്ചള തട്ടിൽ വെച്ചിരിക്കുന്ന ദേവി വിഗ്രഹമാണ്. ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് കയറിപ്പോകാവുന്ന ഒരു കോണിപ്പടിയുണ്ട്. ചുവന്ന സെറ്റിംഗ്, ഓവൽ ഷേപ്ഡ് മിറർ, ഇതിന്റെ അമ്മ. ഇരിക്കൂ. എനിക്ക് ആകെ കൂടി ഇവിടെ ഉള്ളൂ. പ്രേമിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. മോൻ അറിയാലോ, പെൺമക്കളുള്ള അമ്മമാരുടെ നെഞ്ചിൽ എന്നും തീയായിരിക്കും. മീനുവിന് ഞാൻ കുറേ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രേമിന്റെ മുഖത്ത് നോക്കുമ്പോ അറിയാം എന്റെ മോക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന്. ആട്ടെ, അച്ഛനവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. അച്ഛനവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. ഒറ്റപ്പാലത്ത്. മോൻ ഊരി അഴിച്ചിട്ട് പോയാ മതി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. പ്രേം ശരിക്കും നെർവസ് ആയി. ആ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? എന്ത് പറ്റിപ്പോ? എനിക്ക് തല ചുറ്റുന്നത് പോലെ. മീനുവിന്റെ റൂം എവിടെ? മോനില്ല, വരൂ. അമ്മ തുറന്നടിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാ. ഫസ്റ്റ് ഇംപ്രഷൻ മോശമായിട്ടില്ലെന്നാ തോന്നുന്നത്. ഇലക്ട്രിക് ശരവാന്തൻ, ഫാൻസി ലൈറ്റ്, പച്ച ടെലിഫോൺ, മാനിന്റെ ചിത്രമുള്ള ബെഡ്ഷീറ്റ്, ചുവരിൽ മോഡേൺ ആർട്ട്, മുറിയുടെ വലതുവശത്ത് ബാത്റൂം. കിടന്നോളൂ, ടൈഗർ ബാം ഉണ്ടോ നോക്കട്ടെ. പ്രേം, എന്ത് പറ്റി പ്രേം? നിൽക്കൂ പ്രേം. തുടരുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവം രക്ഷിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. കീപ് ഇറ്റ് അപ്പ്. ബട്ട് ഐ ഹേറ്റ് യു. ആരാന്റെ കുഞ്ഞിന് തന്തയാവാൻ എന്നെ കിട്ടില്ല. പ്രേം